ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും സങ്കീർണമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് നാവികസേനയാണ്. നാവികസേനയുടെ വലിയൊരു വിഭാഗം മുങ്ങൽ വിദഗ്ധർ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇപ്പോൾ ടെസ്റ്റ് ഡൈവിങ്ങിനുള്ള ഒരുക്കത്തിലേക്ക് പോവുകയാണ്. അവർ ടെസ്റ്റ് ഡൈവിംഗ് എന്നത് അവർക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ എന്നത് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 ദിവസമായി അവിടെ മുങ്ങൽ വിദഗ്ധരെ എല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഗംഗാവാലിയുടെ വലിയ ഒഴുക്ക് തന്നെയാണ്. ഇന്നലെ അത് ഏതാണ്ട് 8 നോട്ട്സ് വരെ ഒഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് ഡൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു മുങ്ങൽ വിദഗ്ധന് സുരക്ഷിതമായി ഡൈവ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പുഴയുടെ അല്ലെങ്കിൽ ഒഴുക്ക് എന്ന് പറയുന്നത് 2 മുതൽ 3 നോട്ട്സ് വരെയാണ്. അതിന്റെ ഇരട്ടിയായിരുന്നു അവിടുത്തെ ഒഴുക്ക് ഇന്നലെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയും ആ ഒഴുക്ക് പരിശോധിക്കും. ഒഴുക്കിനനുസരിച്ചായിരിക്കും ഡൈവിങ്ങിന്റെ സാധ്യതകൾ എന്തായാലും ഉണ്ടാകുക. ഇന്ന് ടെസ്റ്റ് ഡൈവിങ്ങിനുള്ള ഒരുക്കങ്ങളിലേക്ക് നാവികസേന പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ ഇന്നത്തെ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും. ആദ്യഘട്ടത്തിലുള്ള അവരുടെ നീക്കങ്ങൾ എത്രമാത്രം വിജയം കണ്ടിരിക്കുന്നു എന്നത് 1 മണിക്കൂറിനകം നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 100 കിലോ ഭാരം തൂക്കിയ വടം താഴേക്ക് നാവികസേന അവരുടെ ബോട്ടിൽ നിന്ന് ഇറക്കിയിരുന്നു. ആ റോപ്പ് സ്റ്റഡിയായി നിൽക്കുമെങ്കിൽ അതിലൂടെ അവരുടെ ഡൈവറിനെ താഴേക്ക് ഇറക്കുകയായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ 100 കിലോ ഭാരം കെട്ടിയ റോപ്പ് പോലും ഒഴുകി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്ക് ഡൈവറെ സുരക്ഷിതമായി താഴേക്ക് ഇറക്കാൻ കഴിയില്ല. ഡൈവറുടെ ജീവൻ അവർക്ക് വലുതാണ്, അത് ഉറപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫ് ലൈനായിട്ട് മറ്റൊരു വടം കൂടി താഴേക്ക് ഇറക്കണം. ഇതെല്ലാം കൃത്യമായി നടന്നാൽ മാത്രമാണ് ഒരു ഡൈവർക്ക് സുരക്ഷിതമായി താഴെ പോയി ഇത് പരിശോധിച്ചു വരാൻ കഴിയും. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഡൈവർ താഴേക്ക് പോയാൽ അവർ ആദ്യം പരിശോധിക്കുന്നത് ഈ ലോറിയുടെ ക്യാബിനായിരിക്കും. ക്യാബിന് ഉള്ളിൽ അർജുൻ ഉണ്ടോ ഇല്ലയോ എന്നതാണ് അവർക്ക് ആദ്യം തീർച്ചപ്പെടുത്തേണ്ടത്. അർജുൻ ആ ക്യാബിനുള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്നത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനൊക്കെ ശേഷം മാത്രമേ ഈ ലോറി കരയ്ക്ക് എത്തിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു നീക്കത്തിലേക്ക് പോലും പോവുകയുള്ളൂ. അടിയന്തരമായി വേണ്ടത് ആ ലോറിക്കുള്ളിലെ പരിശോധനയാണ്. ആ പരിശോധനയിലേക്ക് പോകാൻ ഡൈവർമാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുവേണ്ടി ഇന്ന് വീണ്ടും ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഡൈവർമാർ അവിടെ എത്തുകയും അതിന്റെ പുഴയുടെ കറണ്ട് അടക്കം പരിശോധിക്കുകയുമാണ്. അതായത് എത്രമാത്രം ഒഴുക്കുണ്ട് എന്നത് അവർ ഓരോ മണിക്കൂറിലും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ അവർക്ക് മുങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് അതിനുള്ള ഒരു സാധ്യത അവർ പരിശോധിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ഏറ്റവും അധികം കാണുന്നത് വലിയൊരു മണ്ണുമാന്തി ഉപയോഗിച്ച് പുഴയിൽ നിന്നുള്ള മണ്ണ് നീക്കുന്നതാണ്. അത് ശരിക്കും ഒഴുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഭാഗത്ത് കൂടുതൽ ആഴത്തിൽ മണ്ണ് മാറ്റി കഴിയുമ്പോൾ ആ ദിശയിലേക്ക് ഒഴുക്ക് മാറാനുള്ള ഒരു സാധ്യത അതാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഈ ഒഴുക്ക് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്യ. തീർച്ചയായും മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രയാസം, ആ മുങ്ങൽ വിദഗ്ധർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൃത്യമായി തന്നെ ബെനിൽ നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഇന്നലെ നോക്കൂ, അതായത് 100 കിലോ ഭാരമുള്ള ഒരു വടം ആ നദിക്ക് ഉള്ളിലേക്കിട്ടു. ആ വടം പിടിച്ചു വേണം അവർക്ക് ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് താകാൻ. പക്ഷേ അത് സ്റ്റഡിയായി നിന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അധികം ഒഴുക്കുണ്ട്, കുത്തൊഴുക്കുണ്ട്. ഈ ഒരു ഗംഗാവല്ലി പുഴ എന്ന് പറയുമ്പം ഈ പലയിടത്തും 150 മീറ്റർ വരെ വിസ്തൃതിയുണ്ട്. ചിലയിടങ്ങളിൽ അത് 500 മീറ്റർ വരെ പോകുന്നുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് ഏകദേശം 200-230 മീറ്ററിനും ഇടയിലാണ് ഈ വിസ്തൃതി നിൽക്കുന്നത്. അത്രയും ഈ മണ്ണിടിഞ്ഞ് 1 ലക്ഷം ടൺ ഭാരമുള്ള മണ്ണാണ് ആ കുന്നിന്, ഈ ചെങ്കുത്തായി നിൽക്കുന്ന ഈ കുന്നിൽ നിന്ന് ഇടിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു 1/4 പങ്കും പതിച്ചിട്ടുള്ളത് ഈ നദിയിലാണ്. അതുകൊണ്ട് ആ കല്ലും മണ്ണും ചെളിയും പാറക്കഷ്ണങ്ങളും ഒക്കെ ഈ നദിക്ക് ഉള്ളിലുണ്ട്. ഈ പറയുന്ന ഈ ലൊക്കേഷനിലും ഈ പറയുന്ന ചെളിയും പാറക്കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പം അവർക്ക് കൃത്യമായി വിസിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ മുങ്ങൽ വിദഗ്ധരെ സംബന്ധിച്ച്. അവർക്ക് ആ വിസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, വാട്ടർ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ കാണാൻ കഴിയും, അവർക്ക് എങ്ങനെ അടിത്തട്ടിലേക്ക് പോകാൻ കഴിയും എന്നുള്ള വലിയൊരു പ്രയാസം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നാവികസേന ടെസ്റ്റ് ഡൈവിങ്ങിന് ഒരുങ്ങുകയാണ്.
നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ നിലവിലെ ആക്ഷൻ പ്ലാൻ ഈ രീതിയിലാണ്. അവിടേക്ക് ബാറ്ററികൾ കാർവാർ സ്റ്റേഷനിൽ നിന്ന് ഈ പറയുന്ന ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഗ്രൗണ്ട് സ്റ്റേഷൻ അവിടെ ഇന്നലെ തന്നെ തയ്യാറാക്കിയതാണ് ഐബോർഡിന്റെ. അവിടേക്ക് ഈ ബാറ്ററികൾ എത്തിക്കുന്നു, അത് സെറ്റപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡ്രോൺ ഉപയോഗിച്ച് എക്സാക്ട് ലൊക്കേഷൻ, ഈ ലോറിയുടെ എക്സാക്ട് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു, ആ ലൊക്കേഷൻ മാർക്ക് ചെയ്യുന്നു. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ പരിശോധനയിൽ ഈ ലൊക്കേഷൻ മാത്രമല്ല, അത് ഏത് രൂപത്തിലാണ്, അതായത് ഈ ട്രക്ക് കിടക്കുന്നത് എങ്ങനെയാണ്, വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടലി ആണോ തല കീഴായാണോ കിടക്കുന്നത്, ഇതെല്ലാം കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞിട്ടായിരിക്കും 15-അംഗ ടീമാണ്, സ്പെഷ്യൽ ടീമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേവിയുടെ 15-അംഗ ടീം ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് പോകും. അതിൽ അവർ ഓക്സിജൻ സപ്പോർട്ടോടു കൂടിയായിരിക്കും അടിയിലേക്ക് പോവുക. അത് കഴിഞ്ഞ് ഈ ആദ്യം അവർ ചെയ്യുക ക്യാബിൻ ലൊക്കേഷൻ ചെയ്യും. ഈ ഐബോർഡ് ആ ക്യാബിൻ ലൊക്കേറ്റ് ചെയ്ത ആ സ്പോട്ടിലേക്ക് പോകും. അവിടെ ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നായിരിക്കും ആദ്യം അവർ പരിശോധിക്കുക. അർജുനെ കണ്ടെത്തിയാൽ ആ വിവരം മുകളിലേക്ക് കൈമാറും. അത് കഴിഞ്ഞാണ് നമുക്ക് ലോറി പുറത്തേക്ക് എടുക്കണം. ആ ലോറിയിൽ വടം കെട്ടുക, അത് വടമല്ല ഹുക്ക് ഇടുക. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. ഇതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആക്ഷൻ പ്ലാൻ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമാകണം നമുക്ക് എന്നുള്ളതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് മഴയും കാറ്റുമൊക്കെ. മഴ പെയ്യുന്നതിനൊപ്പം തന്നെ ശക്തമായ കാറ്റുകൂടി ഉണ്ടാവുകയാണ്. ഈ പറയുന്ന ഐബോർഡ് പ്രവർത്തിക്കുന്നത് റേഡിയോ സിഗ്നൽ ഉപയോഗിച്ചാണ്. ഈ പറയുന്ന ഒരു അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ അതിരുകളിലേക്കും റേഡിയോ സിഗ്നലുകൾ അയക്കും. അത് തിരിച്ച് ഐബോർഡിന്റെ ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് നൽകുന്ന ഹൈ റെസൊല്യൂഷൻ ഇമേജസ് വെച്ചിട്ടാണ് ഈ ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, പ്രൊഫൈൽ ചെയ്യുന്നത് ആ രീതിയിലാണ്. പക്ഷേ ഇന്നലെ ജില്ലാ ഭരണകൂടം കൃത്യമായി മാധ്യമങ്ങൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു, അവിടേക്ക് പ്രവേശനം ഉണ്ടാകില്ല. കാരണം മറ്റ് യന്ത്ര ഉപകരണങ്ങൾ അല്ലെങ്കിൽ സിഗ്നലുകൾ നൽകുന്ന മെഷീൻസ് ഉണ്ടെങ്കിൽ, അത് ഫോണാണെങ്കിൽ പോലും ശരി, ഫോണിന്റെ ഫ്രീക്വൻസി പോലും ഒരുപക്ഷെ ഇതിൽ ഡിറ്റക്ട് ചെയ്താൽ അവർക്ക് പ്രയാസമായിരിക്കും ആ കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടി. ഞങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പൂർണ്ണമായും അതിനോട് സഹകരിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അത് 4 കിലോമീറ്റർ അകലെ വളരെയധികം ഈ സ്പോട്ടിൽ നിന്ന് മാറി നിന്നാണ് ആ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. 10ാം നാളിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ എത്തിയിരിക്കുകയാണ്. നാവികസേന ടെസ്റ്റ് ഡൈവിങ്ങിന് ഒരുങ്ങുകയാണ്.